കേക്ക് മുറിക്കൽ വിവാദത്തിൽ സമസ്തയിൽ ഭിന്നാഭിപ്രായം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തള്ളി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ രംഗത്തെത്തി. സൗഹാർദ്ദത്തിന് കേക്ക് മുറിക്കാം എന്നാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നത്. വിശ്വാസമില്ലെങ്കിലും ഇത്തരം മതാചാരങ്ങളിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനം. എല്ലാ ജാതി മതസ്ഥരും ഇത്തരം സൽപ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. അവർക്ക് പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായി തൗഹീദിൽ വിശ്വാസം. നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ മറ്റുള്ളവരുടെ ആഘോഷം നടത്തുമ്പോൾ അത് ക്രിസ്മസ് ആണെങ്കിലും ശരി, അതല്ല ഓണാഘോഷമാണെങ്കിലും ശരി, അതിന്റെ പിന്നിലുള്ള വിശ്വാസത്തെ, വിത്തിനെ, അവരുടെ ആദർശത്തെ അംഗീകരിക്കാതെ സൗഹൃദം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം രണ്ടാണ്. സൗഹൃദം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, സൗഹാർദ്ദത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കലാകാം, സഹകരിക്കലാവാം. അതിന്റെ പിന്നിലുള്ള ചരിത്ര വസ്തുതയെ ഒരു നിരക്കും അംഗീകരിക്കാതെ, അതിന് മനസ്സിൽ സ്ഥാനമില്ലാതെ ഒരു വ്യക്തിപരമായ സൗഹൃദ ബന്ധത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രണ്ടാണ്. അത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ വ്യക്തിത്വവും കളഞ്ഞു കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെ അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. സൗഹൃദത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈയക്തികമായി നമുക്ക് നമ്മുടെ ദീൻ കൊണ്ട് നടക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ. കേക്ക് മുറിക്കലൊന്നുമല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ. മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം. PS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ കാലത്തും ഹമീദ് ഫൈസിയെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത് സമസ്തയിൽ ഒരു വലിയ ഭിന്നിപ്പ് എന്ന രൂപത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? ഇത്തരം പ്രസംഗങ്ങൾ, പിന്നോട്ടേക്ക് നടക്കുന്ന പ്രസംഗങ്ങൾ ഇടയ്ക്കിടെ ചില മതപണ്ഡിതരിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട്. പക്ഷേ ഇത് പൊതുവേ മുസ്ലിം ജനസമൂഹം അത് തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ചർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമസ്തയിൽ? സ്മൃതി, ഇത് മതവിധി സംബന്ധിച്ച തർക്കം മാത്രമായി കണക്കാക്കാൻ സാധിക്കില്ല. പൊതുവെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിട്ടാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നേരിട്ട് നമുക്ക് ബോധ്യപ്പെടുക. കാരണം അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നു ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ വിശ്വാസത്തോടുകൂടി അല്ലാതെ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല, സൗഹാർദ്ദപരമായി കേക്ക് മുറിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുകയാണ് അങ്ങനെ വിശ്വാസപരമല്ലെങ്കിൽ കൂടി അങ്ങനെ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ മതനിഷിദ്ധമാണ് എന്ന് പറയുന്നു. അപ്പോൾ പൊതുവെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക മതവിധി സംബന്ധിച്ച തർക്കമാണ്. പക്ഷേ ഇത് ഡിസംബർ 25-ാം തീയതി കഴിഞ്ഞ ക്രിസ്മസ് ദിവസം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിൻ്റെ അരമനയിലെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കേക്ക് മുറിച്ചിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചുമായി ബന്ധപ്പെട്ട തർക്കമാണ് സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ച സമയത്ത് അതിനെ അനുകൂലിച്ചുകൊണ്ട് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കുന്നതിലും തെറ്റില്ല, സൗഹാർദ്ദപരമായി കേക്ക് മുറിക്കാം എന്നുള്ളതായിരുന്നു പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം. അതിന് മറുപടിയായിട്ടാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു അങ്ങനെ സൗഹാർദ്ദപരമായി കേക്ക് മുറിച്ച് ആചാരങ്ങളുടെ പേരിലുള്ള ഒരു പങ്കിടൽ വേണ്ടതില്ല എന്നുള്ളതാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ അഭിപ്രായം. അതായത് സമസ്തക്കുള്ളിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഒരു തർക്കമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അനുകൂലിച്ച് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ രംഗത്തെത്തുന്നു, അതിനെ എതിർത്ത് ഹമീദ് ഫൈസി അമ്പലക്കടവും രംഗത്തെത്തുന്നു.